ടി.ജി. മോഹൻദാസ്, ഇതിനൊരു മറുപടി, ശ്രീകുമാർ സാറിൻ്റെ വാദങ്ങൾക്കൊരു മറുപടി താങ്കൾ നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീകുമാറിൻ്റെത് എന്നെ വളരെ നിരാശപ്പെടുത്തിയ പോയിൻസായിപ്പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമല്ല, ചെയ്തത് ശരിയോ തെറ്റോ. അപ്പോൾ അതിന് അദ്ദേഹം ജനറലായിട്ട് പറയും. അല്ലെ, ഇന്ദിരാഗാന്ധിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിപ്പോൾ നരേന്ദ്രമോദിക്കും തെറ്റ് പറ്റിയിട്ടില്ല. ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ DIR മിസ്സാവിച്ചിട്ട് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒരു കാരണവും കൂടാതെ ജയിലിൽ അടയ്ക്കുന്നതും അഴിമതി കേസിലാണല്ലോ പിടിച്ച് ജയിലിലിടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. അതിപ്പോൾ കേജ്രിവാളിന് മാത്രമല്ല, മറ്റേ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ജയിലിലല്ലേ. എത്രയോ പേര്, ചന്ദ്രബാബു നായിഡു ജയിലിലായിരുന്നു, പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ ജാമ്യം ഇതൊക്കെ നിയമത്തിൻ്റെ പ്രൊസീജിയറാണ്. കുറേ പേർക്ക് ജാമ്യം കൊടുക്കുന്നുണ്ട്, കുറേ പേർക്ക് സുപ്രീം കോടതി കൊടുക്കുന്നില്ല. പിന്നെ തന്നെ കുറേ നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ അത് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് മാനനഷ്ട കേസുകളാണ് സാർ. അല്ലാതെ അത് നരേന്ദ്രമോദി എടുത്ത കേസൊന്നുമല്ല, മാനനഷ്ട കേസാണ്, പ്രൈവറ്റ് കേസുകളാണ് അതൊക്കെ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് അത് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത നാഷണൽ ഹെറാൾഡ് കേസാണ്. അതേ തുടർന്ന് അതിൽ ED അന്വേഷണം സംഗതിയൊക്കെ വന്നു. അതിൽ രാഹുൽ ഗാന്ധി ജാമ്യം എടുത്ത് നടക്കുകയാണ്, സോണിയാഗാന്ധി ജാമ്യത്തിലാണ്. മനസ്സിലായില്ലേ? ഇതിൽ ഈ കേസുകളൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തൊന്നും അല്ലല്ലോ, ഇത് നിയമത്തിൻ്റെ നടപടികളാണ്. ബാക്കി രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള കേസുകൾ മുഴുവൻ മാനനഷ്ട കേസുകളാണ്. എന്ത് ചെയ്യാൻ പറ്റും? മാനനഷ്ട കേസ് ഒരു പൗരനും കൊടുക്കാൻ പാടില്ലേ? അതിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും. അതിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെടും. ആ ശിക്ഷ, അതിൻ്റെ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ലോക്സഭയിൽ പ്രവേശനം കിട്ടും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യാനാണ്? ഇത് നിയമത്തിൻ്റെ പോക്കാണ്. പിന്നെ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തു, അങ്ങനെ നരേന്ദ്രമോദി സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്താ കോൺഗ്രസ് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെല്ലാം എന്ത് ചെയ്തു? കഴിവിലേറ്റി കൊന്നോ? കോൺഗ്രസ്സുകാരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ നിയമിച്ചുകൊണ്ടിരുന്നത് തന്നെ നിങ്ങളാണ്. പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ. അതിനുശേഷം സുപ്രീം കോടതി ഈ അധികാരം കവർന്നെടുക്കുകയായിരുന്നു കൊളീജിയൻ സിസ്റ്റത്തിൽ. കാരണം അത്രയധികമായി ഈ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തൽ ജഡ്ജി നിയമനങ്ങളിൽ. അങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ടാണ് സുപ്രീം കോടതി ഇത്, എനിക്ക് തോന്നുന്നു 93 മറ്റോ ആണ് കൊളീജിയൻ സിസ്റ്റമായിട്ട് സുപ്രീം കോടതി ഇത് കയ്യിലെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വരുത്തി വെച്ച പുരിവാലുകളാണ്. എന്നിട്ട് നിങ്ങൾ ഭരണഘടനയും നരേന്ദ്രമോദിയെ കുറ്റം പറയുക. എന്നിട്ട് ചില പീരീഡിൽ ശ്രീകുമാറിന് കോൺഗ്രസിൻ്റെ ചർച്ചയാവാം, മറ്റ് ചില പീരീഡിൽ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്ത് BJPയെ പറ്റി ചർച്ച ചെയ്യണം, മൂന്നാമത്തെ പീരീഡിൽ ഇത് രണ്ടും ചർച്ച ചെയ്ത് കേരളത്തെ പറ്റി ചർച്ച ചെയ്യണം. ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും ശ്രീകുമാർ. ഞാൻ ഇടപെട്ടത് അതുകൊണ്ടല്ല, അനിൽ നമ്പ്യാരും മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ ഇടപെട്ടത് വേറൊരു കാര്യത്തിനാണ്. 2 തവണ ശ്രീകുമാർ ഒരു സട്ടിൽ ത്രെറ്റായിട്ട് പറഞ്ഞു, ഭാരതത്തിലെ ചില പ്രത്യേക സംഘടനകൾ സർക്കാരിന് എഴുതിയ കത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിലില്ല സാർ, ആരുടെ മുമ്പിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതാണ് ആ സംഘടന, ഏതാണ് കത്ത്, അതൊന്ന് പുറത്തു വിടണം. അങ്ങയുടെ ഫേസ്ബുക്കിൽ ഇട്ടാലും മതി, ഞാൻ നാളെ നോക്കിക്കോളാം. വെറുതെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് മനസ്സിലായോ? ഒരു കത്തും ഒളിച്ചു വയ്ക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പേര് ഞാൻ പറയാം, രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ പേരങ്ങോട്ട് പറയണം, എഴുതിയ കത്ത് വെളിപ്പെടുത്തണം, എന്നിട്ട് ആണുങ്ങളെ പോലെ സംസാരിക്കണം. അതല്ലാതെ ചില സംഘടനകളുടെ കത്തുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതെല്ലാം നമ്മൾ മറന്നു പോകരുത്, അതും കൂടെ ഉണ്ട്, പക്ഷേ അതൊരു വിഷയമല്ല. ഇങ്ങനെ അങ്ങ് ഉരുട്ടിപ്പരട്ടേണ്ട കാര്യമില്ല, തുറന്നു പറയുക. RSSകാർ ഇന്ദിരാഗാന്ധിക്ക് രഹസ്യ കത്തയച്ചു, ആ കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പരസ്യപ്പെടുത്തുകയാണ്. അതങ്ങോട്ട് ചെയ്യ് ശ്രീകുമാരൻ. ഡോണ്ട് ട്രൈ ടു ബ്ലാക്ക് മെയിൽ RSS.